ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എക്കണോമിക്സിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടുള്ള നാഷണൽ ഇൻകത്തിനെ പറ്റിയിട്ടാണ്. ഇതിന് നമ്മൾ ബേസ് ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം നമ്മളുടെ NCERT ടെക്സ്റ്റിലെ NCERT ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്നുള്ളതാണ്. നല്ല ചാപ്റ്റർ ആണ്, നല്ല എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നമുക്ക് സമഗ്രമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ചാപ്റ്റർ ആണ്. പിന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഈ ടെക്സ്റ്റ് നോക്കി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളവർക്ക് മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് വേറൊരു PDF ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം കേട്ടോ. അപ്പൊ ഈ ടെക്സ്റ്റ് തന്നെ വെച്ച് പഠിപ്പിക്കാൻ കാരണം വെച്ചാൽ പലപ്പോഴും ടെക്സ്റ്റ് ബുക്കിലെ വേർഡ്സ് വെച്ചിട്ട് PSC പരീക്ഷകളിൽ സെന്റൻസുകൾ ഫ്രെയിം ചെയ്യുന്നുണ്ട്. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് തന്നെ എടുത്തു വെച്ച് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ആഡം സ്മിത്ത് എന്ന് പറഞ്ഞ ഒരു വാക്കറിയാലോ. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞ ഒരാൾ അറിയാലോ. ഇദ്ദേഹത്തിനെയാണ് പൊതുവെ നമ്മൾ മോഡേൺ എക്കണോമിക്സിന്റെ പിതാവ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു വർക്കാണ്, ഒരു ബുക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻസ്. ഇത് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് മാത്രം നമ്മൾ പറയാറുണ്ട്. ഫുൾ നെയിം എന്ന് പറയുന്നത് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസ് ഓഫ് ദി വെൽത്ത് ഓഫ് നേഷൻ. ഓക്കെ. അപ്പം ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീ എക്കണോമി അല്ലെങ്കിൽ മാർക്കറ്റ് എക്കണോമി എന്നൊക്കെ പറയുന്ന ആ ഒരു, അതായത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇല്ലാത്ത ഒരു എക്കണോമിനെയാണ് ഇദ്ദേഹം കൂടുതലും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്കണോമി സ്വന്തമായിട്ട് അതിനൊരു ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്. അത് സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിയന്ത്രിച്ചോളും, ഗവൺമെന്റിന്റെ ഇടപെടലൊന്നും ആവശ്യമില്ല. ഇതാണ് ഇദ്ദേഹത്തിന്റെ പൊതുവിലുള്ള ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. ലേസസ് ഫെയർ എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഏറ്റവും നല്ല നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഉള്ള കൺട്രി ആയിരിക്കും ഏറ്റവും വെൽത്തി കൺട്രി എന്ന്. അങ്ങനെയാണോ ഇപ്പോഴത്തെ ലോകത്തുള്ളത്? അല്ലല്ലോ. ഇപ്പൊ നോക്കൂ, ആഫ്രിക്ക പോലത്തെ ഒരു കൺട്രീസ് അല്ലെങ്കിൽ ഇന്ത്യ പോലത്തെ കൺട്രി, നമ്മളുടെ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂറോപ്യൻ കൺട്രീസിനേക്കാളൊക്കെ കുറെ അധികമാണ്. എന്നിരുന്നാൽ പോലും നമ്മളുടെ കൺട്രീസിനേക്കാളും കുറച്ചും കൂടി നാഷണൽ ഇൻകം വൈസ് കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്നത് യൂറോപ്യൻ കൺട്രീസും അമേരിക്ക US പോലത്തെ കൺട്രി ഒക്കെയാണ്. ഓക്കെ. അപ്പം ആഫ്രിക്ക ആയിക്കോട്ടെ, ലാറ്റിൻ അമേരിക്ക, തെക്കേ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ഒരുപാടുണ്ട്, ഖനികൾ ഒരുപാടുണ്ട്. എന്നിരുന്നാൽ പോലും വളരെ പുവർ ആയിട്ടുള്ള കൺട്രീസ് ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ എന്തായിരിക്കും കാരണം? ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണമാണ് ശരിക്കും എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി എന്ന് പറയും. അതായത് ഉൽപ്പന്നങ്ങളുടെ കുറവിനെ പറ്റിയുള്ള പഠനം. കുറച്ച് ഉൽപ്പന്നമേ ഉള്ളൂ, അത് എല്ലാവർക്കും പങ്കുവയ്ക്കണം, ഇതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എക്കണോമിക്സ് എന്നും പറയാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരുപാട് വിഭവങ്ങളുള്ള കൺട്രീസ് വളരെ പൂറായി പോകാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, കാലങ്ങളായിട്ട് വിദേശ ശക്തികൾ ഒന്ന് കോളനൈസ് ചെയ്ത് അവരുടെ സ്വത്ത് മുഴുവൻ അടിച്ചുകൊണ്ട് പോകുന്നു, അങ്ങനെ ആ ജനത വീക്ക് ആവുന്നു. പിന്നെ കുറെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ എയ്ഡ്സ് വല്ലാതെ പടർന്നു പിടിച്ചു, യൂത്തിന് ഒരുപാട് നഷ്ടപ്പെട്ടു. അങ്ങനെ പല 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 കാരണങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ എക്കണോമിക്സ് അനുസരിച്ച് ഒരു വെൽബീയിങ് ഓഫ് എ കൺട്രി എന്ന് പറയുന്നത് അവിടുത്തെ പൊസഷൻ ഓഫ് റിസോഴ്സസ് മാത്രമല്ല, പക്ഷെ ഈ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നു, ഓക്കെ, അതിനനുസരിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ. എത്രമാത്രം പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു കൺട്രിയുടെ ഇൻകം വെൽത്തിനെ പറ്റി നമ്മൾ പറയാം. ഓക്കെ. അപ്പം ഗുഡ്സ് ആൻഡ് സർവീസസിനെ പറ്റി, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു കൺട്രി എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു കൺട്രിയുടെ വെൽത്തും വെൽബീയിങ് ഒക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് കൺസെപ്റ്റിനെ പറ്റി പഠിക്കാം. ഒന്ന്, നമ്മളിപ്പം നിങ്ങളൊരു ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു നെൽകർഷകൻ, ഒരു നെൽകർഷകനെ പറ്റി ആലോചിക്കുക. ഈ നെല്ല് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇന്റർമീഡിയറ്റേഴ്സ് അത് ഫുള്ള് കളക്ട് ചെയ്ത് വേറെ ആൾക്ക് വിൽക്കുന്നു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കുന്നു, അത് ഏതെങ്കിലും ഒരു ഫാക്ടറിയിൽ പോയിട്ട് നെല്ല് മുഴുവൻ പൊടിച്ച് അരിയാക്കി, അരി മുഴുവൻ പൊടിച്ച് അരിപ്പൊടിയാക്കി മാർക്കറ്റിൽ വിൽക്കുന്നു, പുട്ടുപൊടിയായിട്ട് വിൽക്കുന്നു. ഓക്കെ. ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? പുട്ടുപൊടിയാണ്. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത്, അല്ലെ? നെൽകർഷകൻ ഉണ്ടാക്കിയത് എന്താണ്? അസംസ്കൃത വസ്തുവാണ്, അല്ലെ? അപ്പോ ഒരു പ്രൊഡക്റ്റ് അതിന്റെ ഫൈനൽ യൂസിന് വേണ്ടിയിട്ട്, നമ്മൾ ഫൈനൽ യൂസിന് വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ അതിനെയാണ് ഫൈനൽ ഗുഡ് എന്ന് പറയാം. ഇപ്പൊ പരുത്തി കർഷകൻ പരുത്തി ഉണ്ടാക്കുന്നു, ഇത് നാരുകളാക്കി നെയ്ത് ഒരു ഷർട്ട് ആവുന്നു. ഇതിൽ ഷർട്ടാണ് ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരുപാട് പ്രോസസ്സുകളിലൂടെ കടന്നുപോയി ഫൈനൽ ആയിട്ടുള്ള ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടുണ്ടാവുന്ന സാധനമാണ്
ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഷർട്ടും അരിപ്പൊടിയും ഒക്കെ ഫൈനൽ ഗുഡ് ആണ്. ഓക്കെ, ഈ ഫൈനൽ ഗുഡിനെ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റും. ഒന്ന് കൺസപ്ഷൻ ഗുഡ്സും മറ്റൊന്ന് ക്യാപിറ്റൽ ഗുഡും. ഇപ്പൊ അതായത് ഇപ്പൊ നമ്മൾ ഷർട്ട് വാങ്ങിച്ചു, നമ്മൾ ഷർട്ട് ഇടാൻ പോകുന്നത് അല്ലെ. പക്ഷെ ഒരു ടാക്സിക്കാരൻ ഒരു കാറ് വാങ്ങിച്ചു. ഈ കാർ എന്തിനാ അയാൾ ഉപയോഗിക്കുക? പിന്നെയും ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ കൺസംഷൻ ഗുഡ് ആയിട്ടും ക്യാപിറ്റൽ ഗുഡ് ആയിട്ടും ഇതിനെ തിരിക്കാം. എന്താണ്? ഷർട്ട് ഞാൻ വാങ്ങിച്ചത് എന്തിനാ? ഷർട്ട് എനിക്ക് ഇടാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഒരു ടാക്സിക്കാരൻ ടാക്സി വാങ്ങിച്ചത് എന്തിനാ? അയാൾക്ക് പിന്നെയും ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ആ ടാക്സിന് എന്ത് പറയും? ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു അരിപ്പൊടി ഫാക്ടറിക്കാരൻ അയാള് ഒരു പൊടിക്കുന്ന മെഷീൻ വാങ്ങിച്ചു. അതെന്താണ്? ക്യാപിറ്റൽ ഗുഡ് ആണ്. പക്ഷെ ഞാൻ അരിപ്പൊടി വാങ്ങിക്കുന്നതോ അത് കൺസപ്ഷൻ ഗുഡാണ്. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? അപ്പൊ ക്യാപിറ്റൽ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്യാപിറ്റൽ ഗുഡ് വാങ്ങിച്ചു. അതായത് ഇപ്പൊ ഞാനൊരു ടാക്സി വാങ്ങിച്ചു, ടാക്സി ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കൊല്ലങ്ങൾ കഴിയും തോറും പതുക്കെ 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 എന്തുണ്ടാവും? ഇതിന് wear and tear ഉണ്ടാവും അല്ലെ. wear and tear ഉണ്ടാവും. അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും, അതിന് റിപ്പയറിങ്ങിന് വേണ്ടി കാശ് ചെലവാക്കേണ്ടി വരും അല്ലെ. അങ്ങനെ പലപ്പോഴായിട്ട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് കാശ് ചെലവാക്കേണ്ടി വരും. ഇതിനെന്താ പറയാന്ന് അറിയോ? ഡിപ്രിസിയേഷൻ എന്നാണ് പറയുക. ഡിപ്രിസിയേഷൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പം നമ്മുടെ നാട്ടില് ഒരു ബ്രിഡ്ജ് പണിതേ. ഇത് ഒരു ക്യാപിറ്റൽ ജനറേറ്റിംഗ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. അതായത് ഇതിൽ കൂടെ വണ്ടികൾ കുറെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നടക്കും. അപ്പൊ അതൊക്കെ നമ്മളുടെ കൺട്രിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗം തന്നെയായിട്ടാണ് മാറുന്നത്. ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു, ആളുകൾ ജോലിക്ക് പോകുന്നു. അപ്പൊ ഇതൊക്കെ ആക്ച്വലി ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗവൺമെന്റിന്റെ അല്ലെ. കുറെ കാലം കഴിഞ്ഞ് ഈ ഈ ഈ പാലത്തിന്റെ കഥ തീർന്നു, പാലം തകർന്നു പോയി. ഓക്കെ, പകരം ഒരു പുതിയ പാലം കെട്ടി. അപ്പോ നമുക്ക് പറയാൻ പറ്റുമോ ഗവൺമെന്റ് ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയെന്ന്? ഇല്ലല്ലോ. ആ പഴയ ഇൻവെസ്റ്റ്മെന്റിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ പഴയ ഇൻവെസ്റ്റ്മെന്റിനെ വീണ്ടും പുനഃസ്ഥാപിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ സമയവും ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യണത് അത് കംപ്ലീറ്റ് ആയിട്ട് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചാപ്റ്റർ അനുസരിച്ച് പോവാം. അപ്പൊ നിങ്ങൾക്ക് കുറെ കൺസെപ്റ്റുകളൊക്കെ ക്ലിയർ ആവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഷർട്ട് വാങ്ങിക്കുന്നു, അതുപോലെ തന്നെ ഒരു കാറ് വാങ്ങിക്കുന്നു. ഓക്കെ, ഇതൊരു കാറ് കുറെ കാലം ഉപയോഗിക്കാം. ഷർട്ട് അധികം കാലം ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അരിപ്പൊടി വാങ്ങിച്ചു, പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ അരിപ്പൊടി തീർന്നു. പക്ഷേ നമ്മൾ വീട്ടിലേക്ക് ഒരു ടെലിവിഷൻ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു. ഓക്കെ, ഇത് അൾട്ടിമേറ്റ് കൺസപ്ഷന് വേണ്ടി തന്നെയാണ്, കൺസപ്ഷൻ ഗുഡ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി കാലം നിൽക്കുന്നതാണ്. അതായത് ഇന്നൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചാൽ പിന്നെ നാളെ ഞാൻ പോയി വേറെ കമ്പ്യൂട്ടർ വാങ്ങിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ കുറച്ചു കാലം കൂടി നിൽക്കുന്നത് കൊണ്ട് അതിനെ ഡ്യൂറബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഡ്യൂറബിൾ എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ ഗുഡ്സിന് എന്താ പറയാ? കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നാണ് പറയുക. കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ വീട്ടിലോട്ട് വാങ്ങിക്കുന്ന ചപ്പാത്തി മേക്കറോ വീട്ടിലോട്ട് വാങ്ങിക്കുന്ന വാഷിംഗ് മെഷീനോ ഇതൊക്കെ കുറച്ചും കൂടി ഡ്യൂറബിൾ ആണ്. അതുകൊണ്ട് അതിനെ എന്ത് പറയും? കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്ന് പറയും. അതേസമയം തന്നെ അതെന്താണ്? ഒരു കൺസപ്ഷൻ പ്രൊഡക്റ്റും ആണ്. ഓക്കെ, ഈ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ ഈ ഫൈനൽ ഗുഡ്സിനെയാണ് നമ്മൾ എന്താ പറയാ ഉപയോഗത്തിന് വേണ്ടി കൊണ്ടുവരുന്നെങ്കിലും അതിനെ രണ്ട് തരത്തിൽ തിരിക്കാം. ഡ്യൂറബിൾ ആയിട്ടുള്ളതും ഡ്യൂറബിൾ അല്ലാത്തവയായിട്ടും. ഓക്കെ, ഇനി ഫൈനൽ ഗുഡ്സിന് തന്നെ ക്യാപിറ്റൽ ആയിട്ട്, അതായത് നമ്മൾ പുതുതായിട്ട് ഇനിയും ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി ക്യാപിറ്റൽ ഗുഡ്സ് തന്നെ കുറച്ചു കാലം നമ്മൾ ഉപയോഗിക്കുന്നു. പക്ഷെ കുറെ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അതിന് wear and tear ഒക്കെ സംഭവിക്കും, റിപ്പയർ ഒക്കെ വരും, മെയിൻ്റനൻസിന് വേണ്ടി കാശ് ചെലവാക്കേണ്ടി വരും. അപ്പൊ അതിനെന്ത് പറയും? ഡിപ്രിസിയേഷൻ എന്ന് പറയും. ഈ 3 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി എന്താ പറയാ, ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മള് ഇപ്പോ ഒരു ബേക്കറി, ഓക്കെ, ഒരു ബേക്കറി, ആ ബേക്കറിന്ന് നമ്മൾ എന്താ ബ്രെഡ് വാങ്ങിക്കുന്നു. ഓക്കെ, ബ്രെഡ് വാങ്ങിക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു കടയിൽ പോയിട്ട് അരിപ്പൊടി വാങ്ങിച്ചില്ലേ? അത് ആക്ച്വലി നമുക്കൊരു കൺസപ്ഷൻ ഗുഡ് ആയിരുന്നു. പക്ഷെ ഈ ബേക്കറിക്കാരൻ അതേ കടയിൽ പോയിട്ട് അരിപ്പൊടി പറ്റില്ല അല്ലെ, അരിപ്പൊടി തന്നെ ആയിക്കോട്ടെ, അരിപ്പൊടി വാങ്ങിച്ചു. അത് എന്നിട്ട് അയാൾ കൊണ്ടുവന്നിട്ട് അതൊരു കൊഴുക്കട്ടയാക്കി ആ ബേക്കറി കൂടെ വിൽക്കും. ഓക്കെ, ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ? കൊഴുക്കട്ടയാണ്. അതിന്റെ ഇടയ്ക്കുള്ള അരിപ്പൊടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്കത് ഫൈനൽ ഗുഡ് ആയിരുന്നു, കാരണം നമ്മൾ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി. ഇയാൾക്കത് ഇന്റർമീഡിയറ്റ് ഗുഡ് ആയിരുന്നു. അപ്പൊ ഫൈനൽ പ്രൊഡക്റ്റ് ആയ സാധനം തന്നെ വേണമെങ്കിൽ അതിന് ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റും ആവാം അല്ലെ. മനസ്സിലായ സംഭവം? കുറെ പ്രൊഡക്ട്സുകൾ ഫൈനൽ കൺസപ്ഷന് വേണ്ടി ആവില്ല, പക്ഷെ അത് ക്യാപിറ്റൽ ഗുഡ് ആവണമെന്നില്ല. അതായത് നിങ്ങൾക്ക് എന്താ പറയാ, ഒരു 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 ചായക്കടക്കാരൻ
അയാളുടെ ചായക്കടയിലേക്ക് ഒരു ബ്രൂന്റെ കോഫി മെഷീൻ വാങ്ങിച്ചു. അതെന്ത് ഗുഡാ? ക്യാപിറ്റൽ ഗുഡാണ് അല്ലെ? കാരണം എന്താ? അത് വെച്ചിട്ട് അയാള് ചായ ഉണ്ടാക്കി വിൽക്കും. ഓക്കെ. ഇനി ഈ ചായക്കടക്കാരന്റെ തന്നെ അരിപ്പൊടി അരിപ്പൊടി അയാൾ വാങ്ങിച്ചു. ആ അരിപ്പൊടി നേരെ കൊടുത്ത് ആരെങ്കിലും വാങ്ങി കഴിക്കോ? ഇല്ലല്ലോ. അത് വെച്ച് വല്ല കൊഴുക്കട്ടയോ അടയോ ഒക്കെ ഉണ്ടാക്കിയാലല്ലേ ആൾക്കാർ കഴിക്കുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അടയാണ്. പക്ഷെ അരിപ്പൊടിനെ നമുക്ക് ഒരു ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ ഗുഡിനെ നമ്മൾ എന്ത് പറയും? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയും. കേട്ടോ? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയും. ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയും. കേട്ടോ? അതുപോലെ ഇപ്പൊ ഒരു കമ്പനി ആ കമ്പനി എന്ത് ചെയ്യണം? കോപ്പർ കമ്പികൾ ഉൽപ്പാദിപ്പിക്കുന്നു. കോപ്പർ കമ്പികൾ. അപ്പൊ അത് വേറൊരു കമ്പനി വാങ്ങിച്ചിട്ട് അതിനെ ടെലിഫോൺ വയറൊക്കെ ആക്കി മാറ്റുന്നു. അപ്പൊ അവിടെ ഇന്റർമീഡിയറ്റ് ഗുഡ് എന്താണ്? കോപ്പർ വയേഴ്സ്, കോപ്പർ കമ്പികളാണ്. ഓക്കെ. ഈ കോൺസെപ്റ്റ് മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ പറയണേ. എത്ര പ്രാവശ്യം വേണമെങ്കിൽ പറഞ്ഞു തരാം. ഇന്നിപ്പോ ഒട്ടും ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ലൈവ് ക്ലാസ് വെക്കാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. അപ്പോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നമ്മളിങ്ങനെ രാജ്യത്ത് ഇങ്ങനെ കുറെ പ്രൊഡക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നു. ഗവൺമെന്റ് കുറെ കാശ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മണി വാല്യൂല് അളക്കണം അല്ലെ? ഇപ്പൊ ഗവൺമെന്റ് ഒരു പാലം പണിതു. ഈ പാലം ജനങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? ഇല്ല. ഈ പാലം പണിത ചെലവ് മണി വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് അളക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ? മറ്റൊരാൾ അരിപ്പൊടി ഉണ്ടാക്കിയ കാശും ഇതും പലതും കൂടി കൂട്ടിയാലാണ് നമുക്ക് നാഷണൽ ഇൻകം ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്ത് ഈ പാലത്തിന്റെ വാല്യൂ, അരിപ്പൊടിയുടെ വാല്യൂ, കൊഴുക്കട്ടയുടെ വാല്യൂ എല്ലാം തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് മണി വാല്യൂല് പറയണം. ഓക്കെ. ബാക്കി ടേംസിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. സോ എക്കണോമിക്സിൽ പഠിക്കുമ്പോൾ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ കഴിച്ച കൊഴുക്കട്ടയുടെ ഹാപ്പിനെസ് അല്ല, അതിന്റെ മണി വാല്യൂ ആണ് നമ്മൾ എക്കണോമിക്സിൽ കണക്കാക്കുക. കേട്ടല്ലോ? അപ്പൊ മോണിറ്ററി വാല്യൂ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കമ്മോഡിറ്റീസിന്റെ മോണിറ്ററി വാല്യൂ അഥവാ മണി വാല്യൂ ആണ് നമ്മൾ എക്കണോമിക്സിൽ കൺസിഡർ ചെയ്യുന്നത്. കേട്ടല്ലോ? അപ്പൊ അങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ഇപ്പം ഒരു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് ചെറുതായിട്ട് അറിയുന്നുണ്ടാവും. അതായത് ഒരു കൺട്രിയിൽ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ ഉണ്ട് വിചാരിക്കട്ടോ. ഇന്ത്യയായിട്ടൊന്നും തോന്നുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഇന്ത്യ ഉണ്ടാവുന്നുണ്ട്. ഈ ഇന്ത്യയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മണി വാല്യൂ എന്ന് പറയുന്നതാണ് നാഷണൽ ഇൻകം. അത് നമുക്ക് പറയാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ പല 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 സാധനങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഒരു ഗോതമ്പ് കർഷകൻ നിന്നിട്ട് ഗോതമ്പ് ഉണ്ടാക്കുന്നു. ഒരു നെൽകർഷകൻ നെല്ലുണ്ടാക്കുന്നു. ഒരു ടാക്സിക്കാരൻ ടാക്സി ഓടിക്കുന്നു. ഒരു ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നു. ഇതിനെല്ലാവർക്ക് കാശ് കിട്ടും അല്ലെ? അപ്പോ ഒരു ഗോതമ്പ് കർഷകൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് കൊണ്ട് അത് വിറ്റുമ്പോൾ ഗോതമ്പ് കർഷകന് കാശ് കിട്ടി. ഈ ഗോതമ്പ് ഉണ്ടായി ഗോതമ്പ് പൊടി ആക്കുന്ന ആൾക്ക് എന്തുണ്ടായി? അതിനും കാശ് കിട്ടി. ഗോതമ്പ് പൊടി കൊണ്ടുപോയിട്ട് ബ്രെഡ് ഉണ്ടാക്കുന്ന ആൾക്കോ അയാൾക്കും കാശ് കിട്ടി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ ഗോതമ്പ് കർഷകന് ആദ്യം തന്നെ ഈ ഗോതമ്പിന് കാശ് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് ഗോതമ്പ് പൊടിയുടെ പാക്കറ്റ് ആയിട്ട് വെക്കുമ്പോൾ ഇതിനും കാശ് വാങ്ങിച്ചു. ആദ്യം ഈ ഗോതമ്പിന്റെ കാശ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊടിക്കുന്ന പരിപാടിയാണ് ഈ രണ്ടാമത്തെ ആൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ അയാൾക്ക് ഗോതമ്പിന്റെയും കൂടി കാശ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഗോതമ്പ് കർഷകന്റെ ഒരു കയ്യിൽ നിന്ന് 10 രൂപ കൊടുത്തിട്ട് രണ്ടാമത്തെ ആള്, അതായത് ഗോതമ്പ് പൊടിക്കുന്ന ആള് സാധനം വാങ്ങിച്ചു. ഗോതമ്പ് കർഷകന്റെ നിന്ന് വാങ്ങിച്ച ഗോതമ്പ് വെച്ച് ഇയാള് ഗോതമ്പ് പൊടി ഉണ്ടാക്കിയിട്ടാ. എന്നിട്ട് ഈ ഗോതമ്പ് പൊടി 20 രൂപയ്ക്ക് പാക്കറ്റ് ആക്കി വിറ്റു. മൂന്നാമത്തെ ആൾ എന്ത് ചെയ്തു? ഈ ഗോതമ്പ് പൊടി വാങ്ങിച്ചിട്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കി. ആ ബ്രെഡ് 30 രൂപയ്ക്ക് ആക്കി. അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞേ? ഒരു കൺട്രിയുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എല്ലാത്തിന്റെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മണി വാല്യൂ ആണ് എന്താണ് ഒരു കൺട്രിയുടെ ഉള്ളിലുള്ള നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറഞ്ഞു വിചാരിക്കും. അപ്പൊ ഈ ഗോതമ്പ് കർഷകന് കിട്ടിയ കാശും ഗോതമ്പ് പൊടിച്ച ആൾക്ക് കിട്ടിയ കാശും ഈ ബ്രെഡിന്റെ കാശും കൂടി ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ മൊത്തം എത്ര രൂപയായി? 30ഉം 20ഉം 50 രൂപ മൊത്തമായി. ശരിക്കും 50 രൂപയുടെ പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം ഗോതമ്പിന്റെ 10 രൂപ നമ്മൾ ഓൾറെഡി കൊടുത്തതാ. അപ്പൊ ഇവിടെ നമുക്ക് വാല്യൂ ആഡ് ആയിരിക്കുന്നത് 10 രൂപയാണ്. ഓക്കെ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുമ്പോഴേക്കും വാല്യൂ ആഡ് ആയിരിക്കുന്നത് 10 രൂപയാണ്. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈനൽ ആയിട്ടുള്ള ഈ ബ്രെഡ് ഉണ്ടല്ലോ, ഈ ബ്രെഡിന്റെ പൈസ ഓരോ സമയവും കൂട്ടുകയല്ല വേണ്ടത്. ഗോതമ്പിന്റെ ഒപ്പം എത്ര വാല്യൂ ആഡ് ആയി,
അതിന്റെ ഒപ്പം എത്ര വാല്യൂ ആഡ് ആയി, ഇങ്ങനെ വാല്യൂ ആഡ് ചെയ്ത് വേണം നമുക്ക് നോക്കാനായിട്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായ? അപ്പോൾ നാഷണൽ ഇൻകം വരുമ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ആവശ്യമുണ്ട്. കൺസെപ്റ്റ് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു ഷർട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്ത് വേണം? പരുത്തി വേണം അല്ലെ? ഇവിടെ ഒരു പരുത്തി കർഷകൻ ഒരു പരുത്തി ഉണ്ടാക്കി. ഓക്കെ, ഈ പരുത്തിയൊക്കെ ഒരാൾ കളക്ട് ചെയ്തു. എന്നിട്ട് എന്തുണ്ടാക്കി? അയാളത് ചർക്കയിലിട്ട് നൂലാക്കി. ഇങ്ങനെ നൂലാക്കി. ഓക്കെ, വേറൊരാള് വാങ്ങിച്ച് എന്ത് ചെയ്തു? അത് നെയ്ത് തുണിയാക്കി. ഇങ്ങനെ തുണിയാക്കി. എന്നിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത ഒരാൾ വാങ്ങിച്ച് എന്ത് ചെയ്തു? ഒരു ഷർട്ടാക്കി. ഓക്കെ, ഈ ഷർട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്ത് വിറ്റ ആള് വാങ്ങിച്ചത് 100 രൂപയാണ്. ഓക്കെ, അപ്പൊ ഷർട്ട് നെയ്ത് വിറ്റ ആളുടെ ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് 100 രൂപയാണ്. തുണി ഗോതമ്പല്ലല്ലോ, പരുത്തി കർഷകന് പരുത്തി വാങ്ങിച്ചത് 10 രൂപയ്ക്കാണ്. 10 രൂപയ്ക്ക് പരുത്തി വാങ്ങിച്ച് നൂലുണ്ടാക്കിയ ആള് ആ നൂലിനിട്ട വില എന്ന് പറയുന്നത് 20 രൂപയാണ്. ഈ 20 രൂപയ്ക്ക് നൂല് വാങ്ങിച്ച് തുണിയാക്കിയ ആള് 50 രൂപയാണ്. 50 രൂപയ്ക്കാണ് നെയ്ത്തുകാരന് വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം നോക്കുമ്പോൾ ഇവർ ഓരോരുത്തരും ഉണ്ടാക്കിയ ഇൻകം കൂട്ടുകയാണെങ്കിൽ ഡബിൾ കൗണ്ടിങ് വരില്ലേ? അതായത് ഒരു സാധനം പിന്നെയും നമ്മൾ കൂട്ടില്ലേ? അതായത് ഈ പരുത്തി തന്നെയാണ് ഇവിടെ നൂലായിട്ടുള്ളത്. ഈ നൂലാക്കാൻ വേണ്ടി ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അധ്വാനമാണ്. ഓക്കെ, അപ്പോ ആ വാല്യൂ നമ്മൾ പരുത്തിനെ നൂലാക്കുമ്പോൾ ഒരു വാല്യൂ ആഡ് ആയി. അത് 10 രൂപയാണ് ശരിക്കും പറഞ്ഞത്. കാരണം ഈ 10 രൂപ ഓൾറെഡി നമ്മുടെ പരുത്തി കർഷകന് നൂലുണ്ടാക്കുന്ന ആൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, പിന്നെ അത് തുണിയാക്കിയപ്പോ എന്തായി? പിന്നെയും വാല്യൂ ആഡ് ആയി. 30 രൂപയാണ് പിന്നെ ആഡ് ആയിട്ടുള്ളത്. അപ്പൊ 50 രൂപ നമ്മൾ കണക്ക് കൂട്ടാൻ പാടില്ല. അത് കഴിഞ്ഞത് ഷർട്ടായപ്പോ എന്തായി? ഇരട്ടിയായി, 100 രൂപയായി. അപ്പൊ ശരിക്കും 50 രൂപയുടെ വാല്യൂ ആണ് ആഡ് ആയത്. അപ്പൊ നമ്മൾ നാഷണൽ ഇൻകം നോക്കുമ്പോൾ ഇങ്ങനെ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാല്യൂ ആഡഡ് മെത്തേഡ്. ഓക്കെ, വാല്യൂ ആഡഡ് മെത്തേഡ് മനസ്സിലായോ? അങ്ങനെ ഈ നമ്മുടെ എല്ലാ സ്റ്റോക്കിന്റെയും കാര്യത്തിലൊക്കെ തന്നെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കും. ഇതിനെയാണ് എന്ത് പറയാ? വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയാ. എന്താണ് പറയാ? വാല്യൂ ആഡഡ് മെത്തേഡ്. മനസ്സിലായോ? വാല്യൂ ആഡഡ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് നമ്മൾ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഒരു പ്രത്യേക പീരീഡ് ഓഫ് ടൈമിലുള്ള സംഭവമാണ് നമ്മൾ പറയാം. അതായത് നമ്മളുടെ നാട്ടിൽ നാഷണൽ ഇൻകം കണക്കാക്കുക എപ്പോഴും മുതൽ എപ്പോഴും വരിക? മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ അല്ലെ? ഇങ്ങനെയാണ് സാമ്പത്തിക വർഷം കണക്കാക്കുന്നത്. ഇതിന്റെ ഉള്ളില് ഒരു രാജ്യത്തിന്റെ ഉള്ളില് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മണി വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇത്രത്തോളം ഓക്കെ അല്ലേ? ഇത്രത്തോളം ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഒരു സ്പെസിഫിക് ടൈം പീരീഡിലാണ് ഇത് പറയേണ്ടത് കേട്ടോ. ഇനി അപ്പം നമ്മൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. വേണമെങ്കിൽ ഞാൻ ഒന്ന് വായിച്ചു തരാം. അതായത് ഫൈനൽ ഔട്ട്പുട്ട് ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ടാവുന്നു. അപ്പൊ അത് നമ്മൾ ക്യാപിറ്റൽ ഗുഡ്സിന് വേണ്ടിയിട്ട് നടത്തുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാൻ എന്റെ ഫാക്ടറിയിലേക്ക് കുറച്ച് മെഷീൻസ് വാങ്ങിച്ചു. അത് ആക്ച്വലി എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോ എനിക്ക് ഓൾറെഡി ഒരു മെഷീൻ ഉണ്ട്. ഈ മെഷീൻ വെച്ചിട്ട് ഞാൻ എന്താണ് എന്റെ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന ബ്രെഡ് ഒക്കെ പാക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ ഈ മെഷീൻ പുതുതായിട്ട് ഞാൻ വാങ്ങി വെച്ചതല്ല. ഓൾറെഡി അവിടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അത് കേടായപ്പോ ഞാൻ പിന്നെയും ഒരു മെഷീൻ വാങ്ങി വെച്ചതാണ്. അപ്പൊ അത് എന്താ പറയാൻ പറ്റുക? അത് ആക്ച്വലി റീപ്ലേസ് ചെയ്താണ്. പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ? all the capital goods produced in a year do not constitute an addition to the capital stock already existing. A significant part of current output of capital goods goes in maintaining for replacing part of the existing stock of capital goods. This is because already existing capital stock suffers wear and tear and need maintenance and replacement. A part of capital goods produced in this year for replacing of existing capital goods
and it is not addition to the stock capital goods already existing. അപ്പൊ ഈ വാല്യൂ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാലം ഉണ്ടായിരുന്നു, ആ പാലം തകർന്നു പോയപ്പോൾ ഗവൺമെന്റ് ഒരു പുതിയ പാലം പണിയുമ്പോൾ അതിന് നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ കൂട്ടാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് അത് ഒരു റീപ്ലേസ്മെന്റ് മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾക്ക് ഇപ്പൊ ന്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ന്യൂ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അത് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, ഈ നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമ്മൾ എപ്പോഴും നോക്കണം. അതായത് എൻ്റെ കമ്പനിയിൽ ഞാൻ ഒരു അഞ്ചാറ് പുതിയ മെഷീൻ വാങ്ങിച്ചു. 1 2 3 4 5 പുതിയ മെഷീൻ വാങ്ങിച്ചു. ഇതിൽ 2 എണ്ണം പഴയത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൂടി 3 മെഷീനെ വാങ്ങിച്ചതായിട്ട് കണക്കാക്കാൻ പാടുള്ളൂ. അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊത്തത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ 5 മെഷീൻസ് ആണല്ലോ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത്. അതിൽ 2 എണ്ണം വേറാണ്ട് പോയി. അപ്പൊ അതെന്ത് ചെയ്യണം? ഞാൻ റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതേ -2, അപ്പൊ ശരിക്കും എത്രയാണ്? 3 ആണ് നമ്മുടെ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യണം? ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാർ വാങ്ങിച്ചു. ഞാൻ കാർ വാങ്ങിച്ചത് 15 ലക്ഷം രൂപയ്ക്കാണ്. ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് ഞാനിത് വിൽക്കാൻ പോകുമ്പോൾ 15 ലക്ഷം രൂപ പറഞ്ഞാൽ കിട്ടുമോ? ഇല്ല. അവർ പറയുന്നത് ഇതൊരു ഡിപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓരോ കൊല്ലവും ഇതിന്റെ ഒരു പാർട്ട്, ഒരു പ്രത്യേക എമൗണ്ട് കുറഞ്ഞു വരുന്നുണ്ട്, ഉപയോഗം മൂലമുള്ള വെയർ ആൻഡ് ടെയർ കാരണം. ഓക്കെ, അപ്പൊ നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കാണുമ്പോൾ നമ്മൾ എന്താണ് കുറയ്ക്കേണ്ടത്? ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന വാല്യൂ ആണ് കുറയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ സാധാരണഗതിയിൽ ഓരോ കൊല്ലവും ഇങ്ങനെ റീപ്ലേസ് ചെയ്യുന്നത് മാത്രം നോക്കല്ല, നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ അസറ്റ് എന്തൊക്കെയുണ്ടോ അതിന്റെ ഡിപ്രിസിയേഷനും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം ഒക്കെ കണക്കാക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, അപ്പൊ അതായത് മറ്റു വേർഡ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ, കോസ്റ്റ് ഓഫ് എ ഗുഡ് ഇസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ഇറ്റ്സ് യൂസ്ഫുൾ ലൈഫ്. അപ്പൊ അതായത് എത്ര കാലം അതിന്റെ യൂസ്ഫുൾ ഇയേഴ്സ് ഉണ്ടോ അതിൽ നിന്ന് ആ കോസ്റ്റ് ഓഫ് ദ ഗുഡ് കുറച്ച് കൊണ്ടുവരും. ഓക്കെ, അങ്ങനെയാണ് ഡിപ്രിസിയേഷൻ കണക്കാക്കുന്നത്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ആഡം സ്മിത്തിനെ പറ്റിയിട്ട് ആദ്യം ഒന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇവിടെ ഒരു ടേബിളിൽ തന്നിട്ടുണ്ട്, ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. പുള്ളി എന്താണ്, ആദ്യം പുള്ളിക്ക് മുമ്പ് ഈ പൊളിറ്റിക്കൽ എക്കണോമി എന്നാണ് എക്കണോമിക്സ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ പുള്ളി വന്നതിന് ശേഷമാണ് മോഡേൺ എക്കണോമിക്സ് ഒക്കെ തുടങ്ങുന്നത്. ഓക്കെ, പുള്ളി ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഒക്കെ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ പുസ്തകം ഉണ്ടല്ലോ, എന്താണ് an enquiry into nature and wealth of nations. പിന്നെ പുള്ളിയുടെ ഒരു തിയറിയാണ്, അതായത് ഇപ്പോൾ ഒരു ബുച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബേക്കർ ആണെങ്കിലും ബ്രൂവർ ആണെങ്കിലും എല്ലാവരും തന്നെ എന്താണ്, പൈസയ്ക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, ഹ്യൂമാനിറ്റിക്കോ അല്ലെങ്കിൽ അവരുടെ സെൽഫ് ലവിനോ വേണ്ടിയിട്ടല്ല. സോ അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു വേർഡ്സ് എപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്, സൈക്കോളജിയിലായിക്കോട്ടെ എക്കണോമിയിലൊക്കെ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിൻ്റെയാണ് ലേസസ് ഫെയർ തിയറി എന്നൊക്കെ പറയുന്നത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കണം. ഓക്കെ, ഇനി എന്താ പറയാ, ഇതിൽ ഞാൻ വായിച്ച് തന്നെ പറഞ്ഞുതരാം, അതായിരിക്കും നല്ലത്. അറ്റ് എ പർട്ടിക്കുലർ പീരിയഡ് ഗിവൺ ലെവൽ ഓഫ് ടോട്ടൽ ഔട്ട്പുട്ട് ഓഫ് ഇക്കണോമി ഈസ് ട്രൂ if more capital goods are produced, less of consumer goods would be produced. The production of more capital goods would mean that in the future the laborers would have more capital equipment to work with. We have seen that this leads to a higher capacity of economy to produce with the same number of laborers. Thus total input itself would be higher compared to the case when less capital goods were produced. If total output is higher, the amount of consumer goods that can be produced would be surely higher. Okay, അതായത് നമ്മളിപ്പോൾ ഒരു എക്കണോമിയിൽ ഒരുപാട് കൺസ്യൂമർ ഗുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും നല്ലത് ക്യാപിറ്റൽ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ കൂടുതലാവുന്നതാണ്. കാരണം എന്താണ്, ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ നമ്മളുടെ എക്കണോമി വളർച്ചയിലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ,
അതായത് നമുക്ക് ഒരുപാട് കൺസ്യൂമർ കുറെ അരിപ്പൊടിയും കുറെ മിഠായിയൊക്കെ ഉണ്ടാക്കി വിടുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ഈ കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എക്കണോമി കുറച്ചും കൂടി വലിയ കപ്പാസിറ്റിയിലേക്ക് വളരും എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, ഒരു പ്രത്യേക പീരീഡിൽ ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതൽ ഉണ്ടാവുന്നതാണ്, കൺസ്യൂമർ ഗുഡ്സിനേക്കാളും ക്യാപിറ്റൽ ഗുഡ്സ് കൂടുതൽ ഉണ്ടാവുന്നതാണ് നമ്മളുടെ എക്കണോമിയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ജെ.എം. കെയ്ൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പുള്ളി ആക്ച്വലി ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേരും ഫോളോ ചെയ്യുന്നത് ജെ.എം. കെയ്ൻസിനെയാണ്. ജോൺ മെയ്നാർഡ് കെയ്ൻസ് എന്ന് പറയും. ഇദ്ദേഹത്തിന്റെ തിയറി ഫോളോ ചെയ്യുന്നവരെ കെയ്നിയേഷ്യൻസ് എന്നൊക്കെ പറയും. അതായത് പുള്ളി അതിനു മുമ്പ് ഇപ്പൊ ആഡം സ്മിത്ത് ഒക്കെ എന്താ പറയാറ്, മാർക്കറ്റ് എക്കണോമിയിൽ ഗവൺമെന്റ് ആരും ഇടപെടേണ്ട ആവശ്യമില്ല, മാർക്കറ്റ് എക്കണോമി സ്വന്തമായിട്ട് നോക്കിക്കോളും എന്നൊക്കെയാണ്. പക്ഷെ കെയ്നാർഡ് മെയ്ൻസിന് വന്നപ്പോൾ അതിന് ഗവൺമെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലൊക്കെ വേണം, ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയുള്ള പുള്ളി പ്രവചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ വേൾഡ് വാറിനൊക്കെ ശേഷം അമേരിക്കയിൽ വലിയൊരു സാമ്പത്തിക തകർച്ചയൊക്കെ ഉണ്ടായി. ഇത് പുള്ളി മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോ എന്താ പറയാ, അപ്പം ഇദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെ ഇപ്പൊ കുറച്ചും കൂടി ഇപ്പൊ ആഡം സ്മിത്തിനേക്കാളൊക്കെ കൂടുതൽ പേരും ഫോളോ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ തിയറീസ് ഒക്കെയാണ്. ഇദ്ദേഹം മിക്സ്ഡ് എക്കണോമിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും ഭൂരിഭാഗവും മിക്സ്ഡ് എക്കണോമി തന്നെയാണ് തുടരുന്നത്. അതായത് ഗവൺമെന്റ് ഒരു പ്രത്യേക ലെവൽ ഓഫ് കൺട്രോൾ ഒക്കെ എല്ലായിടത്തും ഉണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ടും ഫ്രീ മാർക്കറ്റ് ഒന്നും എവിടെയും അങ്ങനെ ഇല്ല. പിന്നെ നമ്മളിപ്പോ ഒരു കുറെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു വർഷത്തേക്ക് ഉണ്ടാക്കി, സർവീസ് അല്ല, കുറെ ഗുഡ്സ് ഉണ്ടാക്കി. അപ്പൊ ഈ ഗുഡ്സ് മുഴുവൻ നമുക്ക് വിറ്റ് തീർക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കേ, അതിനെന്ത് പറയും? അതിന് ഇൻവെന്ററി എന്ന് പറയും. അതായത് ശരിക്കും പറഞ്ഞത് ക്യാപിറ്റൽ ആയിട്ട് മാറും. ഇപ്പൊ ഒരു വർഷം തുടങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഒരു ഡയറി മിൽക്കിന്റെ ഫാക്ടറി ആയിക്കോട്ടെ, അപ്പൊ ഒരു വർഷം ഉണ്ടാക്കിയ ഡയറി മിൽക്ക് മുഴുവൻ വിറ്റ് തീർന്നില്ല. അടുത്ത വർഷം തുടങ്ങുമ്പോൾ എന്തായി, എനിക്ക് ഒരു 2 ടണ്ണ് ഡയറി മിൽക്ക് ബാക്കിയുണ്ട്. അപ്പൊ അതെന്റെ ക്യാപിറ്റലിന്റെ ഭാഗമാണ്. ഓക്കെ, അതെന്റെ ക്യാപിറ്റലിന്റെ ഭാഗമാണ്. അപ്പൊ ഇൻവെന്ററിനെ പറ്റി എനിക്ക് പറഞ്ഞു തരാം കേട്ടോ, അവിടെ എത്തട്ടെ. പിന്നെ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് മാർക്കറ്റിൽ ഉണ്ടാവുന്നത്, അപ്പൊ അതില് നമ്മൾ ഈ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ ഉണ്ടാക്കി വിറ്റാൽ മാത്രം പോരല്ലോ. നമ്മളുടെ മാർക്കറ്റിൽ ഇടപെടുന്ന ആളുകൾക്ക് ഒരു പർച്ചേസിങ് പവറും കൂടി വേണ്ടി വരും അല്ലെ. അപ്പൊ നമ്മുടെ നാട്ടിൽ കുറെ ആൾക്കാരല്ലേ, പലതരത്തിലുള്ള ആൾക്കാര്. ചിലരെന്ത് ചെയ്യും, അവർ കുറെ ലാൻഡ് വാങ്ങിച്ചിട്ട് അവിടെ വീട് പണിത് ആ വീട് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കും. ചിലർ ജോലിക്ക് പോയിട്ട് ജീവിക്കും. ചിലരെന്ത് ചെയ്യും, ബിസിനസ്മാൻ ആയിരിക്കും, അവർക്ക് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ ഇങ്ങനെ പലതരത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, ആളുകൾക്ക് കാശ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് തൽക്കാലത്തേക്ക് സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഗവൺമെന്റും ഇല്ല, ടാക്സ് ഒന്നും അടയ്ക്കണ്ട, അങ്ങനെ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം. ഇതൊരു അയ്യോ ഒരു മിനിറ്റ്, ഇത് ഒരു ഫാക്ടറി, ഇതൊരു ഫാക്ടറി, ഇതൊരു വീട്. ഓക്കെ, അപ്പൊ ഈ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, ഈ വീട്ടിലുള്ള ആൾക്ക് ഇൻകം വരുന്നു. ഓക്കെ, ഫാക്ടറിയിൽ വർക്ക് ചെയ്തിട്ട് അയാൾക്ക് ഇടുന്ന വേജസ് കൊണ്ട് എന്തുണ്ടാവുന്നു, വീട്ടില് ഇൻകം എത്തുന്നു. ഇനി ഈ ഇൻകം എന്ത് ചെയ്യും, ഇയാൾ ചെലവഴിക്കുന്നത് എന്തിനാണ്, ഫാക്ടറിയിൽ നിന്ന് പുറത്തു വരുന്ന ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, മനസ്സിലായോ? അതായത് ഇപ്പൊ ഫാക്ടറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ച് അയാളുടെ ഫാക്ടറിയിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നു. ഒരു സിമ്പിൾ ആയിട്ട് പറഞ്ഞ എന്താണ്, ഇപ്പൊ ഈ ഫാക്ടറി എന്നുള്ള പ്രൊഡക്റ്റ് തന്നെ വാങ്ങിക്കണമെന്നില്ല, പല പല ഫാക്ടറീസ് ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ ഈ ഫാക്ടറിക്ക് നിൽക്കാനുള്ള സ്ഥലം വേറൊരാള് കൊടുത്തതാണ്. അയാൾക്ക് ഈ ഫാക്ടറി എന്ത് ചെയ്യുന്നു, റെന്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ റെന്റ് വെച്ചിട്ട് ഇയാൾക്ക് ഈ റെന്റ് വരുന്നുണ്ട്. അപ്പൊ റെന്റ് വരുമ്പോൾ ഇയാളുടെ കയ്യിൽ എന്തായി, കാശ് വന്നു. ഈ റെന്റ് ഉപയോഗിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഫാക്ടറിയിൽ നിന്നുള്ള ഗുഡ്സ് വാങ്ങിക്കും. ഓക്കെ, അങ്ങനെ സർക്കുലർ ആയിട്ട് ഇങ്ങനെ പണത്തിന്റെ ഒരു ഫ്ലോ ഉണ്ടാവുകയാണ്. ഇതിനെന്താ പറയാ, സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നാണ് പറയാ. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പലതരത്തില് ഇൻകം, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ വീട്ടിലുള്ള ആളുടെ കയ്യിലും ഇപ്പുറത്തുള്ള ആളുടെ കയ്യിലൊക്കെ കുറെ ഇൻകം കിട്ടി അല്ലെ, കാശ് കിട്ടി, ഫാക്ടറിയുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടി. ഈ കാശൊക്കെ ഇവരെന്ത് ചെയ്യുന്നു, ഇവരുടെ ഇൻകം ആണ് അല്ലെ. ഈ കാശ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, ഈ കാശ് തന്നെയാണ് ഇങ്ങനെ എക്കണോമിയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പൊ അങ്ങനെ കാശ് കണ്ടുപിടിക്കാൻ എന്ത് പറയും, ഇൻകം മെത്തേഡ് എന്ന് പറയും. ഇനി ഈ വീടുകളിലും ഒക്കെ ഉള്ള ആൾക്കാര് കാശ് ചെലവാക്കി സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഈ ചെലവാക്കിയ കാശ് എത്രയെന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു,
നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്നു. അതിനെന്ത് പറയും? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയും. ഇനി ഈ ഫാക്ടറി ഉണ്ടാക്കിയിട്ടുള്ള കുറെ പ്രൊഡക്ട്സ് ഉണ്ടല്ലോ, ഈ പ്രൊഡക്ട്സിന്റെ ആകെ വാല്യൂ എടുത്താലും നമുക്ക് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ പറ്റും. അതിനെന്ത് പറയും? പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയും. മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒന്നും കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് ഒരു ഡയഗ്രാം ആലോചിക്കുന്നുള്ളൂ. സി, ഇങ്ങനെയല്ല ശരിക്കുള്ള എക്കണോമി വർക്ക് ചെയ്യുന്നത്. കാരണം എന്താണ്? ഒരാളുടെ കയ്യിൽ കാശ് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് സാധനങ്ങൾ വാങ്ങിച്ചാൽ മാത്രം പോരാ, ടാക്സ് ഒക്കെ അടയ്ക്കണം അല്ലേ? അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യാതെ നമ്മൾ ജസ്റ്റ് വരുന്ന ഇൻകം അയാൾ മുഴുവൻ ചെലവാക്കും. അതുപോലെ തന്നെ അയാൾ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അയാൾ ഇൻഷുറൻസ് ഇടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ, അയാൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഫാക്ടറി അല്ലെങ്കിൽ ജോലി സ്ഥാപനത്തിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്ന ഇൻകം മുഴുവൻ അയാൾ ചെലവാക്കുന്നു എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ ഒരാൾക്ക് കിട്ടിയ കാശ് മുഴുവൻ അയാൾ ചെലവാക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ കിട്ടിയ കാശ്, ഇൻകം വരുന്ന സംഭവം തന്നെയാണ്, ഇൻകം വരുന്ന കാശാണ്, ഇൻകം ആണ് അയാള് ചെലവാക്കുന്നത്. ഇൻകം ആണ് എക്സ്പെൻഡിച്ചർ ആവുന്നത്. എക്സ്പെൻഡിച്ചർ, ഈ ഇൻകം നമ്മൾ എക്സ്പെൻഡിച്ചർ കൂടെ എന്തിനാണ്? പ്രൊഡക്ട്സ് വാങ്ങിക്കാനാണ് ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെ കാശ് എക്കണോമിയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് ഭാഗം എടുത്ത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താലും നമുക്ക് നാഷണൽ ഇൻകം ലഭിക്കും. ഓക്കെ. ഇത് നമ്മളൊരു എന്താ പറയാ, ഫാക്ട്സ് ആയിട്ടല്ല പറയുന്നത്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഇതിലെ കാര്യങ്ങൾ വായിച്ചു പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. അതായത് ഇപ്പോ ആളുകൾക്ക് എങ്ങനെയൊക്കെയാണ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഒന്ന്, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഹ്യൂമൻ ലേബർ, റെമ്യൂണറേഷൻ ഫോർ വിച്ച് ഈസ് കോൾഡ് വേജ്. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ ലേബർ കൊണ്ട് അവരെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാവും? വേജ്, കൂലി കിട്ടും. കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ക്യാപിറ്റൽ, റെമ്യൂണറേഷൻ ഫോർ വിച്ച് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ക്യാപിറ്റലിലും പിന്നെ അതുപോലെ തന്നെ ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്തു, ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, അപ്പൊ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഇൻട്രസ്റ്റ് ആണ്. പിന്നെ എന്റർപ്രണേഴ്സ് എന്ത് ചെയ്യുന്നു? അവര് ബിസിനസ് നടത്തുന്നു, അപ്പൊ അവർക്ക് കിട്ടുന്നത് എന്താണ്? പ്രോഫിറ്റ്. ഓക്കെ. പിന്നെ എന്താണ്? കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ലാൻഡ് ഒരാൾ വാടകയ്ക്ക് കൊടുക്കുന്നു, അപ്പൊ അതിനെന്താ കിട്ടുക? റെന്റ് ആണ് കിട്ടുക. ഓക്കെ. അപ്പം ഇങ്ങനെ പലതരത്തില് ഹൗസ് ഹോൾഡുകളിലേക്ക് കാശ് വരുന്നു. ഇത് മുഴുവൻ എന്ത് ചെയ്യുന്നു? അവർ സേവ് ചെയ്യുന്നില്ല, അവർ ടാക്സ് പേ ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ ഫിക്ഷണൽ ആയിട്ട് വിചാരിക്കാതെ മുഴുവനായിട്ട് അവർ ഡിസ്പോസ് ചെയ്യാണ്, ചെലവാക്കുകയാണ്. ഓക്കെ. അങ്ങനെ നമ്മളൊരു സിമ്പിൾ എക്കണോമിനെ കൺസിഡർ ചെയ്തതിനനുസരിച്ചാണ് നേരത്തെ നമ്മൾ ഇൻകത്തിനെ പറ്റിയിട്ടും എക്സ്പെൻഡിച്ചറിനെ പറ്റിയിട്ടും പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും ഒക്കെ പറഞ്ഞത്. ഓക്കെ. അപ്പൊ നമ്മളുടെ എന്താ പറയാ, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫേംസ്, ഇതാണ് ഹൗസ് ഹോൾഡ്സ്. ഈ ഹൗസ് ഹോൾഡ്സിലുള്ളവർ ആര് വേണമെങ്കിൽ ആവാം. ഒന്നല്ലെങ്കിൽ കൂലി ലഭിക്കുന്ന ഒരു തൊഴിലാളി ആവാം, അല്ലെങ്കിൽ ലാൻഡ് ഹോൾഡർ ആയിരിക്കാം. അയാൾ ലാൻഡ് കൊടുത്ത് അയാൾക്ക് എന്തുണ്ടാവുന്നു? റെന്റ് കിട്ടുന്നു. അല്ലെങ്കിൽ അയാൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് ഇൻട്രസ്റ്റ് വാങ്ങിക്കുന്ന ആളായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? അയാൾ എന്റർപ്രണർ ആയിരിക്കും, അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെ കയ്യിലേക്ക് വരുന്ന കാശൊക്കെ, ഈ കാശൊക്കെ എന്ത് സംഭവിക്കുന്നു? ഈ കാശ് ഈ ഫേംസിൽ നിന്ന് ഹൗസ് ഹോൾഡിലേക്ക് പല രൂപത്തിലേക്ക് വരുന്നു. എങ്ങനെ? റെന്റ് ആയിട്ട് വരാം, പ്രോഫിറ്റ് ആയിട്ട് വരാം, പിന്നെന്താണ്? വേജസ് ആയിട്ട് വരാം, അങ്ങനെയൊക്കെ വരാം. അതെന്ത് ചെയ്യുന്നു? ഇവരെന്ത് ചെയ്തു? നേരെ ഫേംസിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിച്ച് ചെലവാക്കുന്നു. ഓക്കെ. ഫേംസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വീട്ടിലോട്ട് എന്താ വരിക? ഗുഡ്സ് ആൻഡ് സർവീസസ്, അരിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ വീട്ടിലോട്ട് വരും. ഓക്കെ. അപ്പോ പറയുന്നത് ഓരോന്നും നമ്മൾ കണക്ക് കൂട്ടിയാലും എല്ലാം തുല്യമായി വരുന്നതാണ് പറയുന്നത്. ഓക്കെ. ഈ സ്പെൻഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻകം ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ നമ്മൾക്ക് സെയിം ആയിട്ട് വരുന്ന പറയുന്നത്. ഓക്കെ. അപ്പൊ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻകം മെത്തേഡും പ്രൊഡക്റ്റ് മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാവുന്നത് ആണ്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങൾ ഇതിനെ പറ്റിയിട്ടാണ് ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇതൊരു മാക്രോ എക്കണോമിക്സ് മോഡലാണ്. മാക്രോ എക്കണോമിക്സും മൈക്രോ എക്കണോമിക്സും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റീസിനെ പറ്റി പറയുമ്പോൾ, ഇപ്പോൾ ഒരു രാജ്യം മൊത്തത്തിൽ നാഷണൽ ഇൻകം പോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് മാക്രോ എക്കണോമിക്സ് ആണ്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ വാങ്ങിക്കുന്ന ഓറഞ്ചിന്റെ കാര്യം അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. എല്ലാം നമ്മൾ പഠിക്കും കേട്ടോ, വെയിറ്റ് ചെയ്യും, പറഞ്ഞുതരാം. ഓക്കെ. അങ്ങനെ പ്രൊഡക്റ്റ് മെത്തേഡിൽ ഇപ്പൊ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നു എന്നനുസരിച്ച് ആ പ്രൊഡക്റ്റിന് മൊത്തം വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡാണ് എടുക്കേണ്ടത്. ഓക്കെ. അല്ലാതെ
എടുത്തെന്താ പ്രശ്നം? ഡബിൾ കൗണ്ടിങ്ങിന്റെ പ്രശ്നം വരും. അത് നേരത്തെ പറഞ്ഞെന്താണല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലോ. അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അപ്പൊ എപ്പോഴും എത്ര വാല്യൂ ആഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതായത് ഗോതമ്പിന്റെ പൈസ പിന്നെയും പിന്നെയും കൂട്ടി വരാൻ പാടില്ല. ഗോതമ്പ് പൊടി ആവുമ്പോൾ എത്ര വാല്യൂ ആഡ് ആയി, ഗോതമ്പ് പൊടി പിന്നെ ചപ്പാത്തി ആവുമ്പോൾ എത്ര കാശായി, അങ്ങനെ വേണം നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ സംഭവം എന്താണ്? എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിയോ അതിന്റെ എല്ലാം കൂടി കാശ് കൂട്ടുന്നതാണ്. ഓക്കെ, ഡബിൾ കൗണ്ടിങ് എന്നുള്ള വാക്കൊക്കെ ഇവിടെ വന്നോ? ഡബിൾ കൗണ്ടിങ് ഒക്കെ എന്താണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടില്ലേ? മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ ആ ഒരു ഫേമിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ എല്ലാത്തിന്റെയും കൂടി കാശ് കൂട്ടുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? പ്രൊഡക്റ്റ് മെത്തേഡിൽ ഉണ്ടാക്കാൻ പറ്റും. പ്രൊഡക്റ്റ് മെത്തേഡിൽ നമുക്ക് നാഷണൽ ഇൻകം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഗ്രോസ് വാല്യൂ നെറ്റ് വാല്യൂ എന്നൊക്കെ പറയണത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മൾ നെറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരിക്കലും നമ്മൾ നെറ്റ് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഡിപ്രിസിയേഷൻ ആഡ് ചെയ്യരുത്. ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് ഗ്രോസ് വാല്യൂ എന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തിട്ടുള്ളതാണ് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഗ്രോസ് വാല്യൂ എന്ന് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നതാണ് നെറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പോൾ if we include depreciation in the value added, then the measure of the value added that we obtain is called ഗ്രോസ് വാല്യൂ ആഡഡ്. നമ്മൾ ഡിപ്രിസിയേഷൻ ഒക്കെ ഒന്നും മനസ്സിലാക്കാതെ, അതായത് നമുക്ക് ഇങ്ങനെ ലോസ് ഉണ്ടാവുന്നുള്ള കാര്യമൊന്നും കൂട്ടാതെ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. അതിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് വാല്യൂ ആഡഡ് കിട്ടും. ഓക്കെ, അപ്പൊ നെറ്റ് വാല്യൂ ആഡഡ് ആയിരിക്കും ഗ്രോസ് വാല്യൂ ആഡഡിനേക്കാളും കുറവായിരിക്കുക. കേട്ടോ? ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഒരു 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 കമ്പനി, അതിൽ ഡയറി മിൽക്ക് കമ്പനി തന്നെ ആയിക്കോട്ടെ, അതിൽ കുറെ ഗുഡ്സ് എന്ത് സംഭവിക്കുന്നു? കുറെ ഗുഡ്സ് ബാക്കി വരികയാണ്. ഒരു എക്കണോമിക് ഇയറിൽ വിറ്റ് തീർക്കാൻ പറ്റിയില്ല, കുറെ ഡയറി മിൽക്ക് വിറ്റ് തീർക്കാൻ പറ്റിയില്ല. ഡയറി മിൽക്ക് മാത്രമല്ല, പിന്നെ കുറെ കൊക്കോ ഒക്കെ വെച്ചിട്ടാണല്ലോ ഡയറി മിൽക്ക് ഉണ്ടാക്കണേ. ആ കൊക്കോ ഒക്കെ കുറെ ബാക്കിയുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ഇയറിലേക്ക് എടുക്കുമ്പോൾ അതെന്താണ്? ഇൻവെന്ററി എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോ വീട്ടിലാണെങ്കിൽ ഇൻവെന്ററി എടുത്തിട്ട് വേണം സാധനം വാങ്ങിക്കാൻ നമ്മ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതായത് ഓൾറെഡി എത്ര സാധനം ഉണ്ട് അത് പിന്നെയും പിന്നെയും വാങ്ങി കൂട്ടരുത്. നമുക്കിപ്പോ ഈ മാസത്തെ ഒരു പകുതി വരെ ഉപയോഗിക്കാനുള്ള മുളക് പൊടി ഉണ്ട്, അപ്പൊ 1 കിലോ മുളക് പൊടി വാങ്ങണ്ട, 1/2 കിലോ മുളക് പൊടി വാങ്ങിയാൽ മതി എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഈ ഇൻവെന്ററിനെ നമുക്ക് ആക്ച്വലി ക്യാപിറ്റൽ ആയിട്ട് പരിഗണിക്കാം. കാരണം എന്താ? അത് പിന്നെയും നമുക്ക് വിൽക്കാൻ പറ്റും അല്ലെ? അപ്പൊ we can therefore infer that change of inventories of a firm during a year എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ production of the firm during the year minus sale of the firm during the year. അതായത് ഒരു ഇൻവെന്ററി എങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഒരു വർഷം എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി മൈനസ് എത്ര വിറ്റു, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇൻവെന്ററി കിട്ടും. സിമ്പിൾ മാത്തമാറ്റിക്സ്. ഓക്കെ അല്ലേ? ഇത് മൊത്തം നിങ്ങൾ NCERT ബുക്ക് കണ്ട് പേടിക്കുന്ന അത്ര ഒന്നും ഇല്ല എന്ന് മനസ്സിലായല്ലോ. നിങ്ങൾ വായിച്ചു പോകുമ്പോൾ ഇതൊക്കെ ശരിയാവും കേട്ടോ. ഇനി 3 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഈ പേജിൽ പറയുന്നുണ്ട്. ഒരു 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. ഫസ്റ്റ് ഈസ് ദി റൈസ് ഇൻ വാല്യൂ ഓഫ് ഇൻവെന്ററീസ് ഓഫ് എ ഫേം ഓവർ എ ഇയർ വിച്ച് ഈസ് ട്രീറ്റഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ അണ്ടർടേക്കൺ ബൈ ദി ഫേം. അതായത് ഇപ്പോൾ ഒരാളുടെ ഇപ്പോൾ ഡയറി മിൽക്ക് ഇങ്ങനെ അവർ കയ്യിൽ വെച്ചു, പെട്ടെന്ന് എന്തുണ്ടായി? ബാക്കി എല്ലാ ചോക്ലേറ്റ് ഫാക്ടറീസും പൂട്ടിപ്പോയി. അപ്പൊ നമുക്ക് ഡയറി മിൽക്കിന് ഇവർക്ക് വില കൂട്ടിക്കൂടെ? കാരണം എന്താ? വേറെ ചോക്ലേറ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ഇൻവെന്ററീസിന്റെ കാശ് കൂടുന്നതാണ് ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. രണ്ടാമത്തെ നോക്കാം. ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ അഡീഷൻ ടു ദ മെഷീനറി ഫാക്ടറി ബിൽഡിംഗ്സ് ആൻഡ് എക്യുപ്മെന്റ്സ് എംപ്ലോയിഡ് ബൈ ദ ഫേംസ്. ഓക്കെ, അതായത് ഇപ്പൊ രണ്ടാമത്തെ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ ഫാക്ടറിയിലേക്ക് പുതിയതായിട്ടുള്ള കുറെ ആധുനികമായിട്ടുള്ള യന്ത്രങ്ങൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഫാക്ടറി കുറച്ചും കൂടി നന്നാക്കുന്നു, കുറച്ചും കൂടി ഏരിയ പണിയുന്നു. ഓക്കെ, അതൊക്കെ എന്താണ്? ഫിക്സഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അത് ഹൗസിംഗ് ആണ് കേട്ടോ. അതായത് ഈ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഹൗസിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇൻവെന്ററി ഇങ്ങനെ കൂടുന്നതും കുറയുന്നതും വെച്ചിട്ട് നമുക്ക് പ്ലാൻഡ് ആണോ അൺപ്ലാൻഡ് ആണോ എന്ന് പറയാൻ പറ്റും. അതായത് ഇപ്പോ നമ്മൾ വിചാരിക്കുകയാണ് ഇത് മുഴുവൻ വിറ്റ് തീർക്കാൻ പറ്റും വിചാരിച്ച് കുറെ സാധനം ഉണ്ടാക്കി, പക്ഷെ അത്രയൊന്നും വിറ്റ് പോയില്ല. അപ്പൊ അതെന്താണ്? അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ് ആണ്. അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ്. പക്ഷെ നമ്മൾ കുറച്ച് സാധനം ഉണ്ടാക്കി, അത് മുഴുവൻ വിറ്റുപോയി, പിന്നെ വിൽക്കാൻ സാധനമില്ല. അതിനെന്താ പറയാ? അൺപ്ലാൻഡ്
decumulation of inventories. Unplanned decumulation of inventories. Okay, ഇതൊക്കെ വളരെ simple ആയിട്ടുള്ള കാര്യങ്ങളാണ്. Okay, നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ചാലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇത് ഞാൻ നിങ്ങൾക്ക് നോട്ട് വെച്ച് പറഞ്ഞുതരാം. ഇത്രയും ഇതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് തല പെരുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ എൻ്റെ നോട്ട് വെച്ച് പറഞ്ഞുതരാം. അത്രയും ഫോർമുലാസും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും തലപെരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. എന്താണ് ഫാക്ടർ കോസ്റ്റ്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറിയിൽ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യല്ലോ, അപ്പോൾ ഉണ്ടാവുന്ന കോസ്റ്റ് ആണ്. ഫാക്ടർ കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സച്ച് ആസ് ലാൻഡ്, ലേബർ, capital and entrepreneurship which is incurred by firm when producing goods and services. നമ്മൾ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഇപ്പോൾ ലാൻഡ് ഉപയോഗിക്കണം. അപ്പൊ ലാൻഡിന്റെ റെന്റ് എന്ന് പറയുന്നത് ആ പ്രൊഡക്ഷനിൽ ഒരു കാര്യമാണ്. പിന്നെ ലേബേഴ്സിന് വേജ് കൊടുക്കുന്നത്, പിന്നെ എന്റർപ്രണറുടെ പ്രോഫിറ്റ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഫാക്ടർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് കോസ്റ്റ് ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ in producing goods and services. പക്ഷെ ഇതിലെ സംഭവം എന്താണെന്നറിയാമോ? സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ടാക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? പ്രൊഡക്ഷന്റെ സമയത്ത് ടാക്സ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടാക്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സബ്സിഡീസ് ഇൻക്ലൂഡ് ചെയ്യാം. കാരണം സബ്സിഡീസ് നമ്മൾ പ്രൊഡക്ഷന്റെ സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. ഓക്കെ, അപ്പൊ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് സബ്സിഡീസ് ആണ്. ഓക്കെ, ബേസിക് പ്രൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രൊഡ്യൂസർക്ക് ലഭിക്കുന്ന പ്രൈസ്. ഓക്കെ, അത് പ്രൊഡക്റ്റിന്റെ വേറെ കാര്യങ്ങളൊന്നും, അതായത് മറ്റേ ട്രാൻസ്പോർട്ട് ചാർജസോ അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതെ ആ പ്രൊഡക്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈസ് ആണ്. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ എന്തായി? മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ചേർക്കും, പിന്നെ അതുപോലെ ലാഭം ചേർക്കും, അങ്ങനെ പലതും ചേർക്കും. പിന്നെ അതുപോലെ ടാക്സും ചേർക്കും. ഇറ്റ് ഈസ് എ പ്രൈസ് സെറ്റ് ആഫ്റ്റർ ഓർ ലെവൽ ഓഫ് വാല്യൂ അഡീഷൻസ് and which goods and services are sold or offered in the marketplace. നമ്മുടെ കയ്യിൽ സാധനം കിട്ടുമ്പോൾ എത്ര പൈസ ആയോ അതാണ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. In a free market economy, the market price is often referred to the retail price. Retail price, it may be fluctuated based on demand and supply. ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച് കൂടും. അതായത് നമ്മൾ നേരത്തെ ഡയറി മിൽക്കിന്റെ കാര്യം പറഞ്ഞില്ല, എല്ലാ ചോക്ലേറ്റ് ഫാക്ടറിയും കൂട്ടിക്കഴിഞ്ഞാൽ ഇന്ന് 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡയറി മിൽക്കിന് നാളെ അവർ 15 രൂപ കേട്ടോ. ഡിമാൻഡ് സപ്ലൈ ആയിട്ടൊക്കെ ബന്ധമുണ്ട്. ഓക്കെ, അപ്പൊ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പ്ലസ് ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ്. സബ്സിഡീസ് അവർക്ക് കുറയ്ക്കാം, കാരണം സബ്സിഡീസ് അവർക്ക് ആ ഗവൺമെന്റ് അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ. ഓക്കെ, ഇനി ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം. ഗ്രോസ് വാല്യൂ ആഡഡ് നമ്മൾ എന്താന്ന് ഓൾറെഡി പറഞ്ഞതാണ്. അതായത് നമ്മൾ എത്രമാത്രം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് വാല്യൂ ആഡ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നിനും ഡബിൾ കൗണ്ടിങ് ഇല്ലാതെ ഇറ്റ് പ്രൊവൈഡ് റുപ്പി വാല്യൂ ഓഫ് ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ആൻ എക്കണോമി ആഫ്റ്റർ ഡിഡക്ടിങ് ദ കോസ്റ്റ് ഓഫ് ഇൻപുട്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ദാറ്റ് ഹാവ് ഗോൺ ഇൻ ടു പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ഗോതമ്പിന്റെ പൈസ ഒക്കെ നമ്മൾ കുറയ്ക്കും. ഓക്കെ, അതാണ് വാല്യൂ ആഡഡ് മാത്രം നോക്കത്തുള്ളൂ. ഇറ്റ് ഗിവ്സ് സെക്ടർ സ്പെസിഫിക് പിക്ചർ of growth in areas such as industry, agriculture, manufacturing. Okay, അതായത് ഓരോ സമയത്തും വാല്യൂ ആഡ് ചെയ്ത് കൂട്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രി എത്രമാത്രം വാല്യൂ കോൺട്രിബ്യൂട്ട് ചെയ്തു, മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തു, ഇങ്ങനെ നമുക്ക് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. ഓക്കെ, പിന്നെ ഇന്റർമീഡിയറ്റ് കൺസപ്ഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എന്നാലും ഓക്കെ, അതായത് ഇപ്പൊ ഗ്രോസ് വാല്യൂ ആഡഡിലേക്ക് വരുമ്പോൾ GVA ഗ്രോസ് വാല്യൂ ആഡഡ് വരുമ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ഗ്രോസ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റിന്റെ കൺസപ്ഷൻ മൈനസ് ചെയ്യണം. കാരണം എന്താണ്? അതിന്റെ വാല്യൂ ആഡ് ചെയ്തതാണ് അല്ലെ. ഈ ഗ്രോസ് ഔട്ട്പുട്ടിൽ ഓൾറെഡി ഈ ഇന്റർമീഡിയറ്റ് കൺസപ്ഷന്റെ വാല്യൂ ഉണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്താലാണ് നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടുക. ഓക്കെ, ഈ നാഷണൽ ഇൻകം ഒക്കെ നോക്കുന്നത് ആരാണ്? CSO ആണ്. ഓക്കെ അല്ലെ? നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയണേ, നമുക്ക് ഒരു പ്രാവശ്യം ലൈവ് ക്ലാസ് തന്നെ എടുക്കാം. പിന്നെ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും
വാല്യൂ എന്നാണ് പറയുന്നത്. അപ്പം GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നു അതിന്റെ എല്ലാം മണി വാല്യൂ ആണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. ഇറ്റ് ഈസ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് within a territory of a country during a financial year. Okay. അപ്പോൾ however it can be computed quarterly or half yearly. Okay. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് quarterly half yearly ആയിട്ടൊക്കെ കമ്പ്യൂട്ട് ചെയ്യാം. പക്ഷെ പൊതുവേ അത് ഒരു ഇയറിലാണ് കമ്പ്യൂട്ട് ചെയ്യാറുള്ളത്. ആരാ ചെയ്യുന്നത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് CSO ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല മെത്തേഡ്സും ഉപയോഗിക്കുന്നത്. ഒന്നാമത്താണ് വാല്യൂ ആഡഡ് ഓർ ദി ഔട്ട്പുട്ട് മെത്തേഡ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് പ്രൊഡക്റ്റ് മെത്തേഡ് എന്നും പറയാം. അതായത് ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, എന്തൊക്കെ ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു അതിനെല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇൻ ദിസ് മെത്തേഡ് ദ വാല്യൂ ഓഫ് ദ ഫൈനൽ പ്രൊഡക്റ്റ് ഓഫ് ദി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ ഇൻക്ലൂഡഡ് ആൻഡ് ദ ട്രാൻസ്ഫർ പേയ്മെന്റ്. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഇങ്ങോട്ട് കിട്ടുന്നതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ്. അതായത് പെൻഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് അയാൾ വർക്ക് ചെയ്തിരുന്നത് കൊണ്ടാണ് ഇപ്പൊ കൊടുക്കുന്നത്, പക്ഷെ ഇപ്പൊ അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. അപ്പൊ പെൻഷൻ, പിന്നെ സ്കോളർഷിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുക്കുന്ന കാശ്, ഇതൊന്നും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ. അപ്പോൾ GDP-യിൽ നമ്മൾ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് GDP-യിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഒരു കാശ് ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ അത് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണ് അല്ലേ. പ്രൊഡക്ഷൻ ഓഫ് എനി അൺവാണ്ടഡ് illegal activities is also excluded. Okay. The total market price of final produce should be equal to the gross value added. Therefore, GDP can be calculated using product or value added method. അതായത് എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് GDP കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ GDP at factor cost. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ കോസ്റ്റ് ഓക്കെ, അത് നമ്മൾ ടാക്സസ് ആഡ് ചെയ്യാത്തതാണ്. അതായത് GVA at basic price ആണ് equal to GVA at basic price. GVA എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് വാല്യൂ ആഡഡ്. ഈ ടേംസ് ഒക്കെ പിന്നെയും സംശയപ്പെടാണെന്നുണ്ടെങ്കിൽ PDF വെച്ച് നോക്കിയിട്ട് പിന്നെയും ക്ലാസ് കാണാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് അറിയാലോ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് എത്ര കൺസെപ്റ്റഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇനി GDP at മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാലോ GVA at ബേസിക് പ്രൈസ് നോക്കിയിട്ട് അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? ടാക്സസ് ഇൻക്ലൂഡ് ചെയ്യണം. മൈനസ് എന്താണ്? സബ്സിഡീസ് മൈനസ് ചെയ്യണം. ഓക്കെ. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെലവാക്കുന്നതെല്ലാം കൂടി കൂട്ടിയിട്ട് GDP കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. ദ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം or gross domestic products takes into account the final goods and services produced in a country during a period of time. The formula of calculating national expenditure is എന്താണ്? ഒന്ന്, നമ്മുടെ കൺസപ്ഷൻ ഓഫ് റെസിഡൻസ് ഓഫ് ദി നേഷൻ, നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ എന്തൊക്കെ വാങ്ങിച്ച് കൺസപ്ഷൻ ചെയ്യുന്നു, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് പ്ലസ് എന്താണ്? എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നാഷണൽ ഇൻകം കണക്കാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒന്ന് എന്താണ്? ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ നമ്മളുടെ നാട്ടിലെ ജനങ്ങൾ എന്തൊക്കെ കൺസ്യൂം ചെയ്യുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ജനങ്ങളുടെ സ്പെൻഡിങ്. ഓക്കെ. പിന്നെ X minus M ചെയ്യണം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് നെറ്റ് എക്സ്പോർട്ട് കിട്ടുക അല്ലെ. അതായത് ഇമ്പോർട്ട് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ചെയ്തതിന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള വാല്യൂ. ഓക്കെ. അതാണ് X minus M എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് എന്ത് പറയാം? എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയാം. ഓക്കെ. മനസ്സിലായല്ലോ? അപ്പൊ നെറ്റ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്സ് മൈനസ് ഇമ്പോർട്ട്സ് ആണ്. മനസ്സിലായല്ലോ? പിന്നെ അതുപോലെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല. പർച്ചേസ് ഓഫ് ഷെയർ, പിന്നെ അതുപോലെ തന്നെ ബോണ്ട് വാങ്ങിക്കുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് ഷെയർ വാങ്ങിച്ചു, അതൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സും ഇൻക്ലൂഡ് ചെയ്യില്ല. ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിച്ചതൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ. ഇനിയാണ് ഇൻകം മെത്തേഡ്. ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം അപ്രോച്ച് സ്റ്റാർട്ട്സ് വിത്ത് ഇൻകം ഏൺഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അണ്ടർ ഇൻകം approach, we calculate the income earned by all factors of production in an economy. National income എന്ന് പറയുമ്പോൾ എന്തൊക്കെ കൂടി കൂട്ടണം? വേജസ്, റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് എല്ലാം കൂടി കൂട്ടണം അല്ല. This approach focuses on aggregating the payments made by firms, households called factor payments. This gives
national income defined as the total income earned by citizens and business of a country. Okay, only factor income which are earned by rendering productive services are included while calculating GDP using income method. All type of transfer income like age old pension, unemployment allowance, etc. are excluded. അതെ, okay, unemployment allowance കൊടുക്കുക, okay, നമുക്കിപ്പോൾ തൊഴിലില്ലായ്മ വേതനം, പിന്നെ അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്യും ഇൻകം മെത്തേഡിൽ, കേട്ടോ. ഇവിടെയും ഇതുപോലെ തന്നെ സെയിലും പർച്ചേസും ചെയ്യുന്ന ഈ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിനൊന്നും ഇൻക്ലൂഡ് ചെയ്യില്ല, കേട്ടോ. പക്ഷെ ഈ സെക്കൻഡ് ഹാൻഡ് ഈ ഗുഡ്സ് ഉണ്ടല്ലോ, അതിന് കിട്ടുന്ന കമ്മീഷൻ ഇല്ലേ, കമ്മീഷൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, കമ്മീഷൻ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം എന്താ, അവരുടെ സർവീസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വിൽക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട ആൾക്കാരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സർവീസിന് നമുക്ക് വാല്യൂ ഇടാം, കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഷെയറിന്റെയും ബോണ്ടിന്റെയും ഒക്കെ കാശ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ബ്രോക്കറേജ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോ ഇ.ടി. മണി പോലത്തെ ആപ്പിൽ അല്ലെങ്കിൽ ഗ്രോ ആപ്പിലൊക്കെ നമ്മൾ കാശ് കൊടുത്ത് കണ്ടുപിടിക്കുന്നില്ലേ എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെ, അതിനുള്ള ബ്രോക്കറേജ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഇൻകം മെത്തേഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഒന്ന് സ്മഗ്ലിംഗ് ഒക്കെ. അങ്ങനെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. സ്മഗ്ലിംഗ്, പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ, അതൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ നമുക്ക് ഈ വിൻഫോൾ ഗെയിൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരാൾക്ക് ലോട്ടറി അടിച്ച് കുറച്ച് കാശ് കിട്ടി, അല്ലെങ്കിൽ റമ്മി കളിച്ച് കാശ് കിട്ടി, ഇത്തരം കാശുകളും നമ്മൾ ഇൻകം മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. ഡയറക്ട് ടാക്സസ് സച്ച് ആസ് ഇൻകം ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ബൈ ദ എംപ്ലോയീസ് ഫ്രം ദെയർ സാലറീസ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് വിച്ച് ഈസ് പെയ്ഡ് ബൈ ദ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫ്രം ഇറ്റ്സ് പ്രോഫിറ്റ് ആർ ഇൻക്ലൂഡഡ്. ഓക്കെ, ഡയറക്ട് ടാക്സസും പിന്നെ അതുപോലെ തന്നെ കോർപ്പറേറ്റ് ടാക്സും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി GNP എന്ന് പറഞ്ഞുള്ള കൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. GDP മനസ്സിലായല്ലോ, ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സിന്റെയും ഇതിലൊക്കെ മണി വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്താന്ന് നോക്കാം. GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP പ്ലസ് factor income earned by domestic factors of production employed in the rest of the world minus factor income earned by the factors of production in the rest of the world employed in the domestic economy. എന്താ സംഭവം എന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരില്ലേ, ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാര് ഗൾഫിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അയക്കണ കാശൊന്നും രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിലല്ല ഉണ്ടാക്കുന്നത്. പക്ഷെ അവർ കഷ്ടപ്പെട്ട് അയക്കുന്ന കാശ് അവിടെ ഇന്ത്യയിൽ എത്തുന്നുണ്ടല്ലോ. ഇന്ത്യയിൽ എത്തിയില്ലെങ്കിലും അവരുടെ ഇന്ത്യൻ സിറ്റിസൺസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന കാശെല്ലാം തന്നെ GNP യിൽ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ കൊക്കക്കോള കമ്പനി പോലത്തെ വിദേശ കമ്പനികൾ ഉണ്ടാക്കുന്ന കാശുണ്ടല്ലോ, അത് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതായത് GNP എന്ന് പറഞ്ഞാൽ എന്താണ്, GDP-യുടെ ഒപ്പം നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഉണ്ടാക്കുന്ന കാശ് മൈനസ് ഇവിടെ വിദേശീയർ ഉണ്ടാക്കുന്ന കാശ് ചെയ്യുന്നത്. ഓക്കെ, ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയും, NNP എന്ന് പറയും. അതായത് നമ്മൾ പറഞ്ഞില്ല, നെറ്റ് എന്ന് കണ്ട അപ്പൊ തന്നെ നിങ്ങൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തോളൂ. ഓക്കെ, അതായത് നാഷണൽ ഇൻകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുന്നതിനാണ് നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇഫ് യു ഡിഡക്ട് ഡിപ്രിസിയേഷൻ ഫ്രം GNP, the measure of aggregate income that we obtain is called എന്ത്, net national product. NNP at a factor cost equal to എന്താണ്, national income, അത് നാഷണൽ ഇൻകം ആണ്. അത് NNP at മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ് ഉണ്ട് അല്ലെ. അപ്പൊ NNP at മാർക്കറ്റ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സസ്. ഓക്കെ, നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട് ടാക്സസ് മൈനസ് സബ്സിഡീസ്. ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് GNP നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം, GNP നമ്മൾ എന്താ കുറയ്ക്കണ്ടേ, വെയർ ആൻഡ് ടയർ അഥവാ ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി മാർക്കറ്റ് പ്രൈസിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും, മാർക്കറ്റ് പ്രൈസിൽ വരുമ്പോൾ നമ്മൾ ടാക്സസ് ആഡ് ചെയ്യണം, സബ്സിഡീസ് മൈനസ് ചെയ്യണം. ഓക്കെ, സംഭവം മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു കൺസെപ്റ്റ് ആണ് പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് രാജ്യത്ത് കുറെ കാശ് ഉണ്ടാവുന്നുണ്ട്, അതെല്ലാം നമ്മളെ സാധാരണ മനുഷ്യന്മാരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടോ, ഇല്ലല്ലോ. അതായത് നാഷണൽ ഇൻകത്തിൽ നിന്ന്, മൊത്തം നാഷണൽ ഇൻകത്തിൽ നിന്ന് കുറെ പ്രോഫിറ്റ് ഒന്നും, നാഷണൽ ഇൻകത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ് ഒന്നും എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, ഇല്ലല്ലോ. അതായത് നേഷന്റെ GDP മൊത്തം നമ്മൾ
ഓരോരുത്തർക്കും ഡിവൈഡ് ചെയ്ത് തരുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നാഷണൽ ഇൻകത്തിൽ നിന്ന് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് മൈനസ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? പേഴ്സണൽ ഇൻകത്തിൽ നമ്മളൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ എന്താ പറയാ, ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് ഉണ്ടല്ലോ, അതായത് രാജ്യത്തിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ട് അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഇൻട്രസ്റ്റ് പേയ്മെന്റും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നെറ്റ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ് മെയ്ഡ് ബൈ ഹൗസ് ഹോൾഡ്. പിന്നെ കോർപ്പറേറ്റ് ടാക്സും ട്രാൻസ്ഫർ പേയ്മെന്റും ഉണ്ടല്ലോ, ഇതും എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. കോർപ്പറേറ്റ് ടാക്സ് പ്ലസ് ട്രാൻസ്ഫർ കോർപ്പറേറ്റ് ടാക്സസ് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. പ്ലസ് ചെയ്യേണ്ടത് എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്. കാരണം ട്രാൻസ്ഫർ പേയ്മെന്റ്സ് പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്? പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ്. നമ്മൾ ഇത്ര നേരം ട്രാൻസ്ഫർ പേയ്മെന്റ്സിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ് എന്ത്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ദ ഹൗസ് ഹോൾഡ് റിസീവ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ഫേംസ്. അതായത് ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്താ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു അല്ലെ? പെൻഷനും സ്കോളർഷിപ്പും പ്രൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വിച്ച് ഹാവ് ടു ബി ആഡഡ് ടു പേഴ്സണൽ ഇൻകം ഓഫ് ദി ഹൗസ് ഹോൾഡ്. ഓക്കെ, നമ്മൾ ഒരിക്കലും നാഷണൽ ഇൻകത്തിൽ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആഡ് ചെയ്യില്ല, പക്ഷെ പേഴ്സണൽ ഇൻകത്തിൽ ആഡ് ചെയ്യും. മനസ്സിലായോ? നാഷണൽ ഇൻകത്തിൽ എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്യാത്തത്? കാരണം നിങ്ങൾക്ക് മണി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അറിയാലോ. അതായത് ഇങ്ങോട്ടൊരു കാശ് വരുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ടാവണം. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് വെറുതെ കൊടുക്കുന്നതാണ്, അതിന് എക്സ്ചേഞ്ച് ആയിട്ടൊരു വാല്യൂ ഇല്ല. പക്ഷെ നമ്മുടെ വീട്ടില് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയ കാശ് കൊണ്ട് വേണമെങ്കിൽ ചായപ്പൊടി അരിപ്പൊടി ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അതിന്റെ പേഴ്സണൽ ഇൻകത്തിന്റെ ഭാഗമാണ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് ചോദിക്കണേ. ഇനി ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സാധനം ഉണ്ട്. അതെന്താണെന്ന് അറിയാമോ? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെലവാക്കാൻ പറ്റിയ കാശാണ്. അതായത് പേഴ്സണൽ ഇൻകത്തിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ടാക്സ് കുറയ്ക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നോൺ ടാക്സ് പേയ്മെന്റ്സ് ആയിട്ടുള്ള വേറെ പേയ്മെന്റ്സ് ഒക്കെ ഉണ്ട്, അതും കുറയ്ക്കണം. അപ്പോഴാണ് നമുക്ക് ഡിസ്പോസിബിൾ ഇൻകം കിട്ടുക. നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്, NNP അറ്റ് മാർക്കറ്റ് പ്രൈസ് പ്ലസ് കറന്റ് ട്രാൻസ്ഫർ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അതായത് നമ്മുടെ നേഷൻ എന്തൊക്കെ എത്ര ഡിസ്പോസിബിൾ ഇൻകം ഉണ്ടെന്ന് നോക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NNP അറ്റ് മാർക്കറ്റ് പ്രൈസസ് നോക്കും. എന്നിട്ട് നമുക്കിപ്പോ പല രാജ്യങ്ങളും കുറച്ച് സഹായങ്ങളും ഗിഫ്റ്റും അങ്ങനെയൊക്കെ തരാറില്ലേ, അതെല്ലാം കൂട്ടും. ഓക്കെ, അപ്പൊ ഈ ഡിസ്പോസിബിൾ ഇൻകത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗിഫ്റ്റ്, പലതരത്തിലുള്ള സഹായങ്ങളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യും. അതാണ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ ഇൻകം ഫ്രം ദ നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അക്വയറിംഗ് ടു ദ പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിന് എന്തൊക്കെ ഇൻകം കിട്ടുന്നോ പ്ലസ് നാഷണൽ ഡെപ്റ്റ് ഇൻട്രസ്റ്റ്, നമ്മളുടെ രാജ്യം കടമെടുക്കുന്നതിന്റെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ അത്, പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, അബ്രോഡിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാശ്, പ്ലസ് കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ഗവൺമെന്റ്, പ്ലസ് കാശ് ഗവൺമെന്റ് പ്രൈവറ്റ് സെക്ടറിന് കൊടുക്കുന്ന കാശ്, പ്ലസ് നെറ്റ് ട്രാൻസ്ഫർ ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്, റെസ്റ്റ് ഓഫ് ദി വേൾഡിൽ നിന്ന് കിട്ടുന്ന ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? ഇതൊക്കെ ഒന്നും കൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. എല്ലാവരും തളർന്നു എന്നറിയാം, ഞാനും കുറച്ച് തളർന്നു, എന്നാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ക്ലാസ് നിർത്താം. ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, എന്നാലാണ് പഠിപ്പ് പൂർണ്ണമാവുള്ളൂ കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് is a method to measure the national income. ഇതിൽ ഏതാണ് നമുക്ക് നാഷണൽ ഇൻകം കണക്കാക്കാനുള്ള മെത്തേഡ് എന്നാണ് ചോദിക്കുന്നത്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒരു മെത്തേഡാണ്, ഇൻകം മെത്തേഡ് ഉണ്ട്, പ്രൊഡക്റ്റ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദി അബവ് എന്നതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ ആക്ച്വൽ ഡെഫിനിഷൻ ഓഫ് ട്രാൻസ്ഫർ പേയ്മെന്റ്സ്? ട്രാൻസ്ഫർ പേയ്മെന്റ്സിന്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് refer to the payments made as compensation to employees within an organization. അതാണോ ട്രാൻസ്ഫർ പേയ്മെന്റ്? കോമ്പൻസേഷൻ കൊടുക്കുന്നതാണോ? അതല്ല. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് refers to the payments made to workers upon transferring from one job to another. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിക്ക് പോകുമ്പോൾ കൊടുക്കുന്നതാണോ ട്രാൻസ്ഫർ പേയ്മെന്റ്സ്? അല്ല. ട്രാൻസ്ഫർ പേയ്മെന്റ്സ് refers to the payments made without any exchange of goods and services. നമ്മൾ goods and services ഒന്നും കൊടുക്കാതെ ചുമ്മാ കിട്ടുന്ന കാശിനെയാണ് എന്ത് പറയാ? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ നാഷണൽ ഇൻകം ആൻഡ് ദ നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ്. നാഷണൽ ഇൻകവും നെറ്റ് നാഷണൽ പ്രൊഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം. നാഷണൽ മാർക്കറ്റ് പ്രൈസ് ഈസ് നോൺ ആസ്
ഒന്ന് നാഷണൽ ഡെപ്റ്റ് ട്രാൻസ്ഫർ എന്നാണോ? അല്ല. കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് എന്നാണോ? അല്ല. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണോ? അത് ഓൾ ഓഫ് ദി എബവ് ആണോ? ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ. നിങ്ങൾക്ക് കൺസെപ്റ്റ് പിടികിട്ടിട്ടുണ്ടോ നോക്കട്ടെ. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണല്ലേ? അല്ലേ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. Which of the following is the correct definition for gross domestic product, GDP of a country? GDP of a country ആണ് ചോദിച്ചിരിക്കുന്നത്. The gross domestic product is the total monetary value of the economic transactions within a country in a given year. അടുത്ത നോക്കാം. The gross domestic product is the total value of both monetary and non-monetary goods and services in a country within a given year. Non-monetary services നമ്മൾ GDP യിൽ കൂട്ടുമോ? ഇല്ല. The gross domestic product is the total value of tangible goods produced. ടാഞ്ചിബിൾ എന്നായിരിക്കും ഉദ്ദേശിച്ച ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. ഈ വാക്ക് എനിക്കറിയില്ല കേട്ടോ. ഇൻ എ കൺട്രി വിത്തിൻ എ ഗിവൺ ഇയർ. ഇതും അല്ല, ഫസ്റ്റത്തെ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ടാഞ്ചിബിൾ എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്, കാരണം തൊടാൻ കഴിയുന്നതാണ്. സർവീസസും നമ്മൾ GDP യിൽ എന്താ പറയുക ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ. ഇപ്പോൾ ഒരു ഡോക്ടറുടെ സർവീസ് അല്ലെങ്കിൽ ഒരു അധ്യാപകന്റെ സേവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ GDP യിൽ ഉൾക്കൊള്ളുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which of the following is true for national income? ചോദിച്ചിരിക്കുന്നത്. The net national income is the gross national product and depreciation. And depreciation എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. The net national income is the difference between gross national product and depreciation. അടുത്ത് നോക്കാം. The net national income is the difference between gross domestic product and depreciation. അതാണോ? അടുത്തത്. The net national income is the difference between net domestic product and depreciation. ഏതാണ് ആൻസർ? നമ്മൾ GNP യിൽ നിന്ന് ഡിപ്രിസിയേഷൻ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നെറ്റ് നാഷണൽ ഇൻകം കിട്ടുക. ഓക്കെ. സംഭവം മനസ്സിലായല്ലോ? അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അത്യാവശ്യം കാര്യം മനസ്സിലായെന്നാണ്. ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാണും. പക്ഷെ നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാവും. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലാസ്സും കൂടി വെക്കാം. എനിക്ക് ലൈവായിട്ട് നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇന്നൊരു പ്രത്യേക സാഹചര്യം ആയതുകൊണ്ട് ലൈവ് ക്ലാസ് വെക്കാൻ പറ്റിയില്ല. ഓക്കെ. സംശയങ്ങൾ എന്തുണ്ടെങ്കിലും വെക്കരുത്. ഈ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ മതി, നമുക്കതൊക്കെ പരിഹരിക്കാം. ഓക്കെ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ. താങ്ക് യു.